എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു ന്യൂസ് അനാലിസിസ് വീഡിയോ ആണ്. കമ്മ്യൂണിസം സോഷ്യലിസം ഒക്കെ പൂർണ്ണാർത്ഥത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെങ്കിലും ഇക്കാലത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇന്നലെ കേട്ടത്. നിർമ്മാതാക്കളുടെ സംഘടന പറയുകയാണ്, സിനിമാ നിർമ്മാണവുമായി മുന്നോട്ടേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. താരങ്ങൾ, തൊഴിലാളികൾ മുതലാളികളായി മാറുന്ന കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇടനിലക്കാരായി വലിയ ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങൾ ഈ ഒരു പരിപാടി നിർത്തുകയാണ്. ജൂൺ 1 മുതൽ സ്തംഭിക്കുന്ന തരത്തിലേക്ക് സിനിമാ മേഖല മുഴുവൻ സ്തംഭിക്കുന്ന തരത്തിലേക്കുള്ള സമരം വരാൻ സാധ്യതയുണ്ട്. വലിയ വേദനയോടെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ജി സുരേഷ് കുമാർ ഈ ഒരു കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്. ഈ 2025 ജനുവരിയിലെ മാത്രം കാര്യമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 24 സിനിമകളിൽ ഒരെണ്ണം മാത്രമാണ് സാമ്പത്തിക വിജയം നേടിയത്. ചില സിനിമകളിലേക്ക് മുടക്ക് മുതലും തിരിച്ചു കിട്ടിയ തുകയും കേട്ട് കഴിഞ്ഞാൽ അവരുടെ വേദനയിൽ കാര്യമുണ്ട് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഈ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവർ ഈ ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്തൊന്നും ഈ സിനിമയുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് യാതൊന്നും സംസാരിക്കുന്നില്ല. സിനിമകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരുവിധ പഠനവുമില്ല. അത്തരത്തിലുള്ള ഒരു പരാമർശവും ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അവരിതിന് കാരണമായി പറയുന്നത്, ഈ സാമ്പത്തിക നഷ്ടത്തിന്റെ കാരണമായി പറയുന്നത്, താരങ്ങൾ വലിയ പ്രതിഫലം വാങ്ങുന്നു, അവർ സ്വന്തമായി സിനിമ എടുത്ത് കച്ചവടം നടത്തുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരു സിനിമയുടെ വിജയത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു റോളും ഇല്ല. സിനിമയുടെ ക്വാളിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ആളുകൾ കണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഇവർക്ക് ലാഭം ഉണ്ടാവത്തുള്ളൂ. എന്തുകൊണ്ട് ആളുകൾ കാണുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവരിവിടെ നഷ്ടത്തിന്റെ കഥകൾ അങ്ങ് നിരത്തുന്ന സമയത്ത്, സിനിമകളുടെ വിറ്റുവരവിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ചില സിനിമകൾ 30 കോടി മുടക്കിയിട്ട് 4 കോടി നേടിയിട്ടുണ്ട്. ഈ 4 കോടി എന്ന് പറയുന്നത് പല ആളുകളുടെ നഷ്ടം തന്നെയാണ്. തിയേറ്ററിലേക്ക് അറിയാതെ പോയി പെട്ട പല ആളുകളുടെ നഷ്ടമൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും നഷ്ടമുണ്ട്. നഷ്ടം ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിന് ക്വാളിറ്റി കൂടണം. അതിനെക്കുറിച്ചിട്ട് യാതൊരുവിധ ചർച്ചയുമില്ല. സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾ റെന്യൂമറേഷൻ കുറച്ചു കഴിഞ്ഞാൽ വലിയ ലാഭം ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സർക്കാർ നികുതി കുറച്ച് കൊടുക്കണം പോലും, അതും ഇവരുടെ ഒരു ആവശ്യമാണ്. എന്നാലും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടോ അത് കൂട്ടുന്നതിനെ കുറിച്ചിട്ടോ യാതൊരുവിധ ചർച്ചയുമില്ല. നല്ല സിനിമകൾ നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പൈസ മുടക്കിയാൽ മതി എന്ന് വിചാരിക്കണം. നല്ല മാർക്കറ്റ് സ്റ്റഡി വേണം. സ്റ്റോറിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള റിസർച്ച്, മാർക്കറ്റ് റിസർച്ച് വേണം. ആളുകൾക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. അല്ലാതെ ഇവിടെ വന്ന് എരവാദം മുഴക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? കലയും കൊലയും ഒരേ തരത്തിൽ ഒരു കാലത്ത് കച്ചവടം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. കൊല എന്ന് പറയുന്നത് വെറും വാഴക്കൊല. അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാലത്ത് കൃഷിക്കാരൻ കൃഷി മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ നല്ല വാഴക്കൊലകൾ ഉണ്ടാക്കിയിരുന്നു. അത് കച്ചവടം ചെയ്യാനായിട്ടുള്ള സമയമോ അതിൻ്റെ സ്കില്ലോ അവൻ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇടനിലക്കാർ വന്ന് ഈ ഒരു കൊല മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഇടനിലക്കാർ ബൾക്കായി പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വിറ്റിരുന്നു. രൊക്കം പൈസ കിട്ടുന്നു എന്നുള്ളത് കർഷകന് ഒരു ബെനിഫിറ്റ് ആയിരുന്നു ആ ഒരു കാലത്ത്. അന്ന് തന്നെ സിസ്റ്റം മനസ്സിലാക്കിയ ഒരു സംഗതിയാണ്, ഉൽപാദകൻ തന്നെ കച്ചവടക്കാരനായി മാറിക്കഴിഞ്ഞാൽ അവന് യഥാർത്ഥത്തിൽ ലാഭം ഉണ്ടാവും. ഇത് ഉണ്ടാക്കുന്നവൻ, ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നവനല്ലേ കൂടുതൽ ലാഭം വേണ്ടത്. അപ്പോൾ ഈ ഉൽപാദകനെ, ഈ കൃഷിക്കാരനെ എങ്ങനെ കൂടുതൽ സ്വയം പര്യാപ്തനാക്കാം എന്നുള്ളതാണ് നമ്മൾ കൂടുതലായി ചിന്തിച്ചത്. കലയുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു കാലത്ത് കലാകാരന്മാർക്ക് അവരുടെ കലാ അഭിരുചികൾ അല്ലെങ്കിൽ അവരുടെ കലാസൃഷ്ടികൾ വിൽക്കാനായിട്ടുള്ള ഒരു സ്കില്ല് ഉണ്ടായിരുന്നില്ല, അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. അവരതിന് സ്വയം പര്യാപ്തരായിരുന്നില്ല. അന്ന് ഇടനിലക്കാരെ ഉപകരിച്ചിരുന്നു. ഇന്ന് അവർ ഉന്നമനം നേടി. ഇന്നത്തെ കലാകാരന്മാർക്ക് സ്വയം പര്യാപ്തത ഉണ്ട്. അതുകൊണ്ട് അവർ അവരുടെ സൃഷ്ടികൾ വിൽക്കുന്നു. ഇടനിലക്കാരെന്തിന്? ഇടനിലക്കാർ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ കച്ചവടക്കാർ എന്ന് പറയുന്ന പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം മാത്രം പ്രതീക്ഷിക്കുന്ന ആളുകൾ സീനിൽ നിന്ന് മാറി നിൽക്കുക, മറ്റ് കച്ചവടം നോക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സിനിമ എന്ന് പറയുന്നത്, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് യാതൊരുവിധ ക്രിയേറ്റീവ് ഇൻപുട്ടും ഇല്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ട്രേഡാണ് ചെയ്യുന്നത്, കച്ചവടം മോശമാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നിലേക്ക് പോവുക. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം, പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ബാക്കിയുള്ള ബിസിനസ്സുകാർക്കൊന്നും കൊടുക്കാറില്ലാത്ത ഒരു കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കച്ചവടം സ്വയം ചെയ്യുക, നഷ്ടം വന്നു കഴിഞ്ഞാൽ സ്വയമായി സഹിക്കുക. അത് ബിസിനസിന്റെ ഒരു പൊതു രീതിയാണ്. എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ്. നിങ്ങൾ വളരെ മോശം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വിൽക്കാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ അതിന് ഗവൺമെന്റും അതേപോലെ തന്നെ ജനങ്ങളും ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളുകളും നിങ്ങളുടെ കോൺഫിഡൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളും എങ്ങനെയാണ് ബാധ്യത ഏറ്റെടുക്കേണ്ടി വരിക? ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങളിൽ കൂടെ ഒന്ന് സംസാരിക്കാം. വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു. ആ കൂടെ 200 സിനിമകൾ ഇറങ്ങിയിട്ട് 24 സിനിമകൾ മാത്രമാണ് അതിനകത്ത് ഓടിയത്. നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും 12%. 700 കോടി രൂപ, 650 700 കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടാക്കിയത് ഇൻഡസ്ട്രി. പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം 28 ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിൽ സക്സസ് ആയത് സാമ്പത്തികമായിട്ട്. 700 കോടി എന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ്.
ബിസിനസ്സുകാരന് പണം നഷ്ടപ്പെട്ടവന് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഈ 700 കോടിയും പല ടെക്നീഷ്യന്മാർക്കും അതേപോലെ തന്നെ പല ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ബിസിനസ്സുകാരൻ്റെ മാത്രം നഷ്ടമാണ്. അതിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നഷ്ടം എങ്ങനെ ഉണ്ടായി? നിങ്ങൾ വളരെ മോശം പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ശ്രമിച്ചു, അത് വിൽക്കാനായിട്ട് പറ്റിയില്ല, ആളുകൾ അത് ഏറ്റെടുത്തില്ല, പരാജയപ്പെട്ടു. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മോശം പ്രൊഡക്റ്റിലേക്ക് എത്തിയത്? നിങ്ങൾക്ക് കഥ പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വിൽക്കാൻ പാകത്തിനുള്ള കഥ തിരഞ്ഞെടുത്തിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ആ ഒരു കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള അഭിനേതാക്കളെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെയോ ആ ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾക്ക് കൂട്ടാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡയറക്ടറും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറും അല്ലെങ്കിൽ അഭിനേതാക്കളും നിങ്ങൾക്ക് വെറും വ്യർത്ഥമായിട്ടുള്ള ചില കോൺഫിഡൻസ് ഇട്ട് തന്നു, അവർ നിങ്ങളെ പറ്റിച്ചു. ഇതൊരിക്കലും സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയല്ല. ആഫ്റ്റർ ഓൾ നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടു. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറ്റിക്കാമെന്ന് വിചാരിച്ച് ചില പ്ലാനുകൾ ഇട്ടു, അത് ഫെയിലായി. പലപ്പോഴും ഒരു ആക്ടറെ കണ്ടിട്ടൊക്കെയാണ് ചില സിനിമകൾക്ക് കഥ എഴുതുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ഒരു ആക്ടർ നല്ല രീതിയിൽ ഒന്ന് ബൂസ്റ്റായി നിൽക്കുകയാണ്, 1-2 ഹിറ്റ് പടങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറേയധികം ആളുകൾ അയാൾക്ക് വേണ്ടി അങ്ങ് കഥ എഴുതുകയാണ്. ഓടിപ്പിടിച്ച് പ്രൊഡ്യൂസർ കുറേ പൈസയായിട്ട് വരികയാണ്, അയാളെ വെച്ചിട്ട് സിനിമ എടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ഈ കുതിര കച്ചവടം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്ന സമയത്ത് അതിലൂടെ നഷ്ടപ്പെടുന്ന പൈസയ്ക്ക് ഇവിടെ ആര് ബാധ്യത ഏൽക്കാനാണ്? നല്ലൊരു കഥ സെലക്ട് ചെയ്ത് അതിന് പറ്റുന്ന രീതിയിലേക്ക് പ്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് നല്ല അഭിനേതാക്കളെ കൊണ്ടുവന്ന് നല്ല ഡയറക്ടറെ കൊണ്ടുവന്ന് നല്ല ടെക്നീഷ്യൻസിനെ കൊണ്ടുവന്ന് ഒരു സൃഷ്ടി ഉണ്ടാക്കിയിട്ട് പറയുമ്പോഴാണെങ്കിൽ കേൾക്കാൻ ഒരു രസം ഉണ്ടാവും. ഇപ്പോൾ പരാജയപ്പെട്ട സിനിമകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന സിനിമ ബഡ്ജറ്റ് 2 കോടി, തിരികെ കിട്ടിയത് 1,25,000 രൂപ. ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന സിനിമയെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല, നമ്മളിൽ പല ആളുകളും കണ്ടിട്ടില്ല, മിക്കവാറും അധികം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും ഉണ്ടാവില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു സിനിമ ഇറക്കുന്ന സമയത്ത് നമ്മളതിൽ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രൊമോഷന് വേണ്ടി കൂടി ഒരു ബഡ്ജറ്റ് കണക്കാക്കേണ്ടതാണ്. അവിടെ ഫെയിൽ ആയാലും സിനിമ പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. അപ്പം അത്രയധികം കോമ്പറ്റീഷൻ ഫീൽഡിലുണ്ട്. അപ്പോൾ അതിനുള്ള വകുപ്പ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറുന്നതാണ് സാമ്പത്തിക ലാഭം വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത്. പഠിക്കണം. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്ന വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ തുടങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. ID ദ ഫേക്ക് ബഡ്ജറ്റ് 2.47 കോടി രൂപ, തിരികെ കിട്ടിയത് 1.5 ലക്ഷം. ആ സിനിമയെ കുറിച്ചിട്ടും അറിയില്ല. ഐഡന്റിറ്റി നമ്മൾ കണ്ട സിനിമയാണ്. 30 കോടി രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ്, തിരികെ കിട്ടിയത് വെറും 3.5 കോടി. ഐഡന്റിറ്റി എന്ന സിനിമയൊക്കെ അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ സ്ക്രിപ്റ്റ്, ബാക്കിയുള്ള സംഗതികളൊക്കെ മൊത്തത്തിൽ ഒരു അപാകതയുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് റിസ്ക്കും പ്രൊഡ്യൂസർ ഏറ്റെടുക്കണം. രേഖാചിത്രം 8.5 കോടിയാണ് മുടക്ക് മുതൽ, തിരികെ കിട്ടിയത് 12.5 കോടിയാണ്. എന്ന് സ്വന്തം പുണ്യാളൻ ബഡ്ജറ്റ് 8.7 കോടി, തിരികെ കിട്ടിയത് 1.2 കോടി. പ്രാവിൻകൂടി ഷാപ്പ് ബഡ്ജറ്റ് 18 കോടി, തിരികെ കിട്ടിയത് 4. അടച്ചായി ബഡ്ജറ്റ് 50 ലക്ഷം, തിരികെ കിട്ടിയത് നോട്ട് അവൈലബിൾ. ഓഫ് റോഡ് ബഡ്ജറ്റ് 1 കോടി, തിരികെ കിട്ടിയത് 63,000. 1098 ബഡ്ജറ്റ് 40 ലക്ഷം, തിരികെ കിട്ടിയത് അവൈലബിൾ അല്ല. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ബഡ്ജറ്റ് 19 കോടി, തിരികെ കിട്ടിയത് 4.25 കോടി. ഈ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്ത സമയത്ത് എന്തോരോ ആളുകൾ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു സിനിമ സൂപ്പറാണ് എന്ന് പറയാനായിട്ട്. എല്ലാ റിവ്യൂവിൻ്റെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് സൂപ്പറാണ് എന്ന് കാണാതെ പറഞ്ഞ ആളുകൾ കണ്ടായിരുന്നെങ്കിൽ പോലും ഇതിൽ കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടായേനെന്ന് എനിക്ക് തോന്നുന്നു. ആംഹ ബഡ്ജറ്റ് 3.5 കോടി, തിരികെ കിട്ടിയത് 30 ലക്ഷം. അൻബോർഡ് കൺമണി ബഡ്ജറ്റ് 3 കോടി, തിരികെ 25 ലക്ഷം. അവിരാജന്റെ സ്വന്തം ഇനങ്ങത്തി ബഡ്ജറ്റ് 45 ലക്ഷം, തിരികെ കിട്ടിയത് 1.5 ലക്ഷം. ബെസ്റ്റി 4.81 കോടി മുടക്ക് മുതൽ, തിരികെ 20 ലക്ഷം. പൊന്മാൻ 8.9 കോടി, തിരികെ കിട്ടിയത് 2.5 കോടി. പൊന്മാനൊക്കെ നല്ലൊരു സിനിമയാണ്. ഒത്തിരിയധികം നല്ല അപ്രിസിയേഷൻ ഓൾ ഓവർ ഇന്ത്യ കിട്ടുന്നുണ്ട്. അനുരാഗ് കശ്യപ് അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു, വിക്രം പറഞ്ഞത് കേട്ടിരുന്നു. ഒരു ജാതകം ബഡ്ജറ്റ് 5 കോടി, തിരികെ കിട്ടിയത് 1.5 കോടി. 4 സീസൺസ് ബഡ്ജറ്റ് 2.5 കോടി, ഷെയർ 10,000 രൂപ. ഒരു കഥ ഒരു നല്ല കഥ ബഡ്ജറ്റ് 1 കോടി, തിരികെ കിട്ടിയത് 1 ലക്ഷം. പറന്ന് ചെല്ലാൻ ബഡ്ജറ്റ് 3 കോടി, തിരികെ കിട്ടിയത് 3.5 ലക്ഷം. ദേശക്കാരൻ
ബഡ്ജറ്റ് 90 ലക്ഷം, തിരികെ കിട്ടിയത് 40,000. എമറാൾഡ് ബഡ്ജറ്റ് 20 ലക്ഷം, തിരികെ കിട്ടിയത് 20,000. സൂപ്പർ ജിമിനി ബഡ്ജറ്റ് 2 കോടി, തിരികെ കിട്ടിയത് 15 ലക്ഷം. ഇത്രയധികം പടങ്ങൾ ഇങ്ങനെ നിരനിരയായി പൊട്ടിയിട്ടും വീണ്ടും പല പടങ്ങൾക്കും പണം മുടക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ചില ആളുകൾക്ക് വരുന്നതും അവർ പണം നഷ്ടപ്പെടുത്തുന്നതും എങ്ങനെയാണൊരു സോഷ്യൽ ഇഷ്യൂ ആയി മാറുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ബാക്കി കേൾക്കാം. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷൻ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ്. ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെയും 10 ഇരട്ടിയാണ് അത് ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ. അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെന്റും ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സും കേൾക്കുന്ന ചില ആളുകളും കുറ്റമായി പറയുന്ന ഒരു സംഗതിയാണ് അഭിനേതാക്കൾ പ്രതിഫലം കൂടുതലായി വാങ്ങുന്നു. ഒരു സിനിമയുടെ ഫേസ് എന്ന് പറയുന്ന അവരാണ്. അവരിലൂടെയാണ് പല സിനിമകളും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കേണ്ടത് അവർക്കാണ്. അപ്പോൾ അവർ പ്രതിഫലം ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കച്ചവടം, ഇവർ കച്ചവടക്കാരാണല്ലോ, അപ്പോൾ ഈ കച്ചവടം നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേയധികം ആളുകൾ പിന്മാറുന്ന സമയത്ത്, ഡിമാൻഡ് കുറയുന്ന സമയത്ത് ആ സാധനത്തിൻ്റെ വിലയും കുറയും. എല്ലാ കച്ചവടത്തിലും അങ്ങനെയാണ്. നമ്മളൊരു കൊച്ചു പൊറോട്ട ഉണ്ടാക്കി വിൽക്കാനായിട്ടുള്ള ബിസിനസ് പ്ലാൻ ചെയ്താലും അതിൻ്റെ റോ മെറ്റീരിയലിന് വലിയ വിലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കച്ചവടത്തിൽ നിന്ന് പിന്മാറും. അല്ലാതെ ആ ഒരു മാവ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളോട് വില കുറയ്ക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേന് വില താനേ കുറഞ്ഞോളും. അപ്പം അതൊന്നും സിനിമാ മേഖലയിൽ നടക്കാത്ത എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ആളുകളിൽ ചില ആളുകളുടെ ചില ഉടായ്പൊക്കെ കൊണ്ടാണ്. ഈ സിനിമകളുടെ കണക്ക് നമ്മൾ വായിച്ചു. ഈ കണക്കുകളിൽ എത്രയോ സിനിമകളുടെ കണക്ക് പെരുപ്പിച്ച കണക്കുകളാണ്. അതേപോലെ തന്നെ എത്രയോ സിനിമകളുടെ ഡീലിംഗ് എന്ന് പറയുന്നത് ബ്ലാക്ക് മണി ഡീലിംഗ് ആണ്. സിനിമകളുടെ കണക്കുകൾ സുതാര്യമാണോ? അതേപോലെ തന്നെ പല സിനിമാ നിർമ്മാണവും നടക്കുന്നത് മണി ലോണ്ടറിങ്ങിന് വേണ്ടിയാണ് എന്നുള്ള എത്രയോ അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. എപ്പോഴും അന്വേഷണം ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം ഈ ഒരു കച്ചവടത്തിൻ്റെ ഇടനിലക്കാരായിട്ടുള്ള ഇവർ ഇടനിലക്കാരാണ്. കാരണം ഇവർ ഫണ്ട് ചെയ്യുന്ന ആളുകളാണ്. ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും തൊഴിലാളികൾ സ്വയം പര്യാപ്തരാവുന്നു, ഇടനിലക്കാരുടെ ആവശ്യം അവർക്ക് വേണ്ടാതാവുന്നു എന്നൊക്കെ പറയുന്നത് വലിയ പുരോഗതിയുള്ള ഒരു സംഗതിയാണ്. എന്തിനാണ് ഇടനിലക്കാർ? നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്കത് വിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും, ഞാനടക്കമുള്ള ആളുകൾ, കേൾക്കുന്ന എല്ലാ ആളുകളും ആ ഒരു രീതിയല്ലേ ചൂസ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് കൂടുതൽ ലാഭം നമ്മളുടെ ഉൽപ്പാദനത്തിന് കിട്ടുക എന്ന് പറയുന്നതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ല കാര്യം. ഇവർ മാത്രം എന്താണത് മനസ്സിലാക്കാത്തെന്നുള്ളത് അറിയത്തില്ല. കല എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ചില കഴിവുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു സംഗതിയാണ്. ഒരു വ്യക്തി അയാളുടെ ടാലൻറ്റ്, അയാളുടെ എഫേർട്ട് മാത്രമാണ് ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം അതിൽ നേരത്തെയൊക്കെ ഫണ്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം ആളുകൾക്ക് ഒരു അവസരം കിട്ടി. ഇപ്പോൾ ഫണ്ടിങ്ങിന്റെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ ടെക്നീഷ്യൻസും വീട്ടിൽ പട്ടിണിയും പരിവട്ടമായിട്ട് കഴിയുന്ന സിറ്റുവേഷൻ ആണ്. 60% ടെക്നീഷ്യൻസ്, താഴേക്കിടയിലുള്ള ടെക്നീഷ്യൻസിന് ജോലിയില്ലാതായിരിക്കുക. പോരാത്തതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള സഹകരണമില്ല. ഈ ഒരു ആർഗ്യുമെന്റും എനിക്ക് മനസ്സിലാവുന്നില്ല. 24 സിനിമകൾ ഇറങ്ങി, 24 സിനിമകളിൽ വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ടെക്നീഷ്യൻസിനെ വേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ വർക്ക് ചെയ്തു. വർക്കിന്റെ ഔട്ട്പുട്ട് അതിപ്പോൾ അവരുടെ കാരണം കൊണ്ടൊന്നും ആയിരിക്കില്ല, എല്ലാവരുടെയും കാരണം കൊണ്ടൊന്നും ആയിരിക്കില്ല. ഔട്ട്പുട്ട് മോശമായിരുന്നു, സിനിമ ഫെയിലായി, പക്ഷെ അവർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടല്ലോ. 700 കോടി നഷ്ടം വന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻസിന് എങ്ങനെയാണ് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്? അതേപോലെ തന്നെ ഈ താരങ്ങൾ പ്രതിഫലം കുറച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിന് എങ്ങനെയാണ് ലാഭം ഉണ്ടാവുന്നത്? നിങ്ങൾ കുറച്ച പ്രതിഫലം അവർക്ക് വീതിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. ശരിയാണ്, സിനിമാ സമരം വന്നു കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരിക്കാം. അത് നമുക്ക് പിന്നീട് ബാക്കി കേൾക്കുമ്പോൾ അഡ്രസ് ചെയ്യാം. കുറയ്ക്കാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ ഇതുവരെ കുറച്ചില്ല. നാളത്തെ ബഡ്ജറ്റ് വരികയാണ്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല നാളത്തെ ബഡ്ജറ്റിൽ ഇത് ചെയ്യുന്നുള്ളൂ. അത് അതായത് 1 നേഷൻ 1 ടാക്സ് നടപ്പാക്കിയതിനു ശേഷം ഇതുവരെ 2 സംസ്ഥാനങ്ങൾക്ക്, കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് എന്റർടൈൻമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയത്. എന്റർടൈൻമെന്റ് ടാക്സിന്റെ പുറത്ത് GST കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് 30% പോയി ടാക്സ് വരുന്നത്. അതായത് 1 രൂപ കളക്ട് ചെയ്താൽ 30 പൈസ അവിടെ പോവാണ്. 100 രൂപയ്ക്ക് 30 രൂപ ഗവൺമെന്റിന് കൊണ്ടുപോവാണ്. ഈ ഗവൺമെന്റിന് ഇത്രയും കാശ് കിട്ടിയിട്ടും 5 നയാ പൈസയുടെ പ്രയോജനം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ, ദുഃഖകരമായ ഒരു സത്യം. ടാക്സ് ഒക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ടാക്സിനെക്കാട്ടിലും കൂടുതൽ അവിടെയുള്ള കേവലം 10 രൂപയുടെ ഭക്ഷണ സാധനങ്ങൾക്ക് എന്തോരം തുക എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ടാക്സ് കൂടുന്നതനുസരിച്ചിട്ട്, ചെലവുകൾ കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടണം. ക്വാളിറ്റി കൂട്ടിയ പ്രൊഡക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. അങ്ങനെ ലാഭം കൂട്ടാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ഇത് ആളുകളുടെ മറ്റേ സ്ഫടികത്തിനകത്ത് ലാലേട്ടൻ പറയുന്ന പോലെ
ആർക്കും വായ്കുളിക്ക് വാങ്ങാൻ വേണ്ടി പോണ കേസൊന്നും അല്ലല്ലോ. ഫൈനാൻസിൽ ഇപ്പൊ ഫൈനാൻസ് ചെയ്യുന്നില്ല, OTT കച്ചവടം നടക്കുന്നില്ല, OTT ആർക്കും വേണ്ട, OTT പടങ്ങൾ വാങ്ങിക്കുന്നില്ല. സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ OTT-ക്കാർ ഒരു വില പറയും, അത് കൊടുത്ത് നമ്മൾ അത് അവർക്ക് കൊടുത്താൽ 6 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത്. അപ്പം ഈ ഫൈനാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് OTT-കാരന്റെ പൈസ വാങ്ങിച്ച് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ ഈ ഫൈനാൻസർ പോലും ഇപ്പൊ ഫൈനാൻസ് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. സിനിമാ മേഖലയുമായിട്ടൊക്കെ നേരിട്ട് കുറച്ച് പരിചയമുള്ളതുകൊണ്ട് പറയുകയാണ്. OTT വന്ന സമയത്ത് OTT-കാർ കാര്യമായി തന്നെ സിനിമകൾ വലിയ സ്ക്രീനിങ് ഒന്നും ഇല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് കളക്ഷൻ ഉണ്ടാക്കണ്ടേ, അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം തുറക്കുന്ന സമയത്ത് കുറെ സിനിമകൾ വേണ്ടേ. അന്ന് അവർ വലിയ ഫിൽറ്ററിംഗ് ഒന്നും ഇല്ലാതെ കുറെ സിനിമകൾ എടുത്തിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? പണ്ട് സാറ്റലൈറ്റിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ കുറേയധികം ആളുകൾ OTT-കാരെ മാത്രം ലക്ഷ്യം വെച്ച് കുറെ തട്ടിക്കൂട്ട് സിനിമകൾ ഇറക്കി അവരെ പറ്റിക്കാൻ ശ്രമിച്ചു. കോവിഡിനൊക്കെ ശേഷം അവരെ പറ്റിക്കാൻ ശ്രമിച്ചു. പെരുപ്പിച്ച് ബഡ്ജറ്റൊക്കെ കാണിച്ച് കുറെ തട്ടിക്കൂട്ട് സിനിമകൾ ഇറക്കി അവർക്ക് വിൽക്കാൻ ശ്രമിച്ചു. അത് പിന്നീട് പിടിക്കപ്പെട്ട് കഴിഞ്ഞ സമയത്ത് അത് OTT-കാർക്ക് വലിയ നഷ്ടം സമ്മാനിച്ച സമയത്ത് അവർ കുറച്ചും കൂടെ അവരുടെ ബിസിനസ് സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിനിപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് വിഷമിച്ചിട്ട് എന്താണ് കാര്യം? ക്വാളിറ്റിയുള്ള പടങ്ങൾ ഇപ്പോഴും, ജനശ്രദ്ധ ആകർഷിച്ച പടങ്ങൾ ഇപ്പോഴും അവർ നല്ല തുകയ്ക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് റിലീസിന് ശേഷം തീരുമാനിക്കുക എന്നുള്ളത്. ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു പടം എടുത്ത് OTT കിട്ടാൽ പോരെ? ഇവരെന്ത് കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്? അതേപോലെ തന്നെ OTT-യും വലിയ കഷ്ടത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഒക്കെ വലിയ നഷ്ടത്തിലാണെന്ന് നമ്മൾ കേട്ടിരുന്നു. പിന്നെ എങ്ങനെയാണ് OTT ലാഭം ഉണ്ടാവുന്നത്? OTT-യുടെ ഒക്കെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രൊഡ്യൂസേഴ്സിനെയും, ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത പല പ്രൊഡ്യൂസേഴ്സിനെയും, ടെക്നീഷ്യന്മാരും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ചില ആളുകളും കൂടെ പറ്റിച്ച് OTT എടുക്കുമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ചില സിനിമകളൊക്കെ എടുപ്പിച്ച് കാശ് മുക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എത്രയോ കേസ് കെട്ടുകളുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ കാശ് വലുതായിട്ട് കൂട്ടി, ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സ്ലാബ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ആ കൂടെ 750 സ്റ്റേഷൻസ് കേരളത്തിനകത്തുള്ളൂ. ആ 750 സ്റ്റേഷനിൽ ഒരു പ്രത്യേക ടാരിഫ് ഏർപ്പെടുത്തി കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ്? തിയേറ്ററുകളുടെ കാര്യം പറഞ്ഞത് ന്യായമായിട്ടുള്ളൊരു സംഗതിയാണ്. അവർക്ക് കുറച്ച് കൺസെഷനൊക്കെ കൊടുക്കേണ്ടതുണ്ട്, അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതാണ്. പക്ഷെ അവർ ആ ഒരു കൺസെഷനൊക്കെ എടുത്ത് അവിടെ പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സിനിമകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിപരിതാപകരമല്ലേ? ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആരോ ഇറച്ചിവിട്ട സിനിമകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സിനിമകൾ അത് ഒരു ജോണ്ടർ സിനിമകളാണ്. പക്ഷെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വരുന്നത് മുഴുവൻ ഈ സൈക്കോ കില്ലിംഗ് സിനിമകളാണ്. അപ്പോൾ ഈ സിനിമകൾ എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു സംഗതി തന്നെയാണ്. അതിപ്പോൾ കുറേയധികം ആളുകൾ ന്യായീകരിക്കും അങ്ങനെ സ്വാധീനിക്കാൻ കഴിവില്ല എന്നുള്ളത്. സ്വാധീനിക്കാൻ കൃത്യമായിട്ടുള്ള കഴിവുണ്ട്. ആദ്യഘട്ടത്തിൽ സിനിമകൾ ഇറങ്ങിയത് തന്നെ പ്രൊപ്പഗാൻഡ സിനിമകളായിട്ട് തന്നെയാണ്. മോസ്കോ ഫിലിം സ്കൂള് എന്തിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തു? അത് ലെനിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ? അപ്പം ഈ സിനിമകളെ അന്ന് പ്രൊപ്പഗാൻഡകൾക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്നത് ആളുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമകളുടെ കാര്യത്തിലും ഈ വയലൻസിൻ്റെയൊക്കെ അതിപ്രസരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യണം. കാരണം നമ്മൾ എന്തോരം ക്രൈംസാണ് ഒരു ദിവസം കേൾക്കുന്നത്. ഒരു ചെറിയ പ്രദേശത്ത് വീട് കയറി ആക്രമണങ്ങൾ, വെട്ട്, കുത്ത്. കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ടാ സംഘം മറ്റൊരു ഗുണ്ടയെ എത്ര വികൃതമായിട്ടുള്ള രീതിയിലാണ് ലെവലിലാണ് കൊലപ്പെടുത്തിയത്. ശരീരഭാഗങ്ങൾ അറുത്തു മാറ്റുക, ജീവനോടെ അത് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട്. ലോകത്തിൻ്റെ പല നേഷൻസിലും ചില കൗണ്ടികളിലൊക്കെ ഇങ്ങനെയുള്ള ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ട് വരികയും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള റിസർച്ചൊക്കെ ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കൊടുക്കാം. ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബാക്കി ആർക്കും ഇവിടെ നഷ്ടമില്ല, ആർക്കെങ്കിലും നഷ്ടമുണ്ട്. ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കിന് റെമ്യൂണറേഷൻ, ചില മുന്തിയ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്നതും കോടിക്കണക്കിന് റെമ്യൂണറേഷൻ. ഇപ്പൊ പുതിയതായിട്ട് വന്ന ചില ടെക്നീഷ്യൻസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ 1-2 കോടി രൂപയാണ് വാങ്ങിക്കുന്നത്. നമ്മുടെയൊക്കെ എത്രയോ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ കത്തിച്ചൊലിച്ചിരിക്കുന്ന ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകൾ അവരാരും ഇതുവരെ ടെക്നീഷ്യൻസ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത കാശാണ് ഇപ്പൊ 2 പടം എടുക്കുന്ന ഒരു ഡയറക്ടർ വന്ന് വാങ്ങിക്കുന്നത്. ഇതൊന്നും നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് നിവൃത്തിയില്ല, പടം എടുക്കാൻ നിവൃത്തിയില്ല. ഇന്നലെ ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസറുടെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു. ആ പ്രൊഡ്യൂസർ അയാളുടെ വീടും വിറ്റും ബെൻസ് കാറും വിറ്റും എല്ലാം വിറ്റിട്ട് ആ ഒരു വിറവ് പുരയിലാണ് താമസിക്കുന്നത്. ആ ഗതിയിലേക്കാണ് സിനിമാ ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇനി എന്തോ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് നിർത്തുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഒരു സൂചനാ പണിമുടക്ക് നടത്തുന്നുണ്ട്. അത് അതിന്റെ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു സൂചനാ പണിമുടക്ക് ഞങ്ങൾ പ്രതിഷേധ പ്രകടനവും കാര്യങ്ങൾ ഗവൺമെന്റ് മുമ്പിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അതായത് പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞ് ചുമ്മാ ഷട്ടിട്ടുകൊണ്ട് നടക്കാന്നുള്ളതല്ലാതെ ആകെ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ്, സകലരും വലിയ പ്രശ്നത്തിലാണ്.
അപ്പം ഇത് സർക്കാരെങ്കിലും മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഇവിടെ വെച്ച് നിർത്തുകയാണ്. ജൂൺ 1 മുതൽ ഞങ്ങൾ ഇനി ഒരു സിനിമ എടുക്കാനായിട്ട്, ഇപ്പം എല്ലാവരും സിനിമ എടുക്കാണ്, താരങ്ങളൊക്കെ സിനിമ എടുക്കാണ്. അവര് എല്ലാവരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത്. താരങ്ങൾ സ്വന്തമായി സിനിമ എടുത്ത് വിതരണം ചെയ്ത് വിജയം കരസ്ഥമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് പ്രൊഡ്യൂസേഴ്സിനുള്ളത്. അതിൽ എന്തിന് കുണ്ഠിതപ്പെടണം? അവരവരുടെ കലാസൃഷ്ടികൾ, അവരുടെ കഴിവ് മാർക്കറ്റ് ചെയ്യുന്നു. അതിനുള്ള സ്വയം പര്യാപ്തതയിലേക്ക് അവർ എത്തി. അതിൽ നിങ്ങൾക്ക് അവകാശം വേണം, നിങ്ങൾ വഴി മാത്രം കച്ചവടം ചെയ്യണം എന്ന് നിർബന്ധിക്കുന്നത് എന്ത് മോശമായിട്ടുള്ള ഏർപ്പാടാണ്. വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾക്കിത് പറ്റുമോ? ഇത് ഒരാളുടെ കലാസൃഷ്ടിയല്ലേ, അവരുടെ തലച്ചോറിൽ നിന്ന് വരുന്ന സംഗതിയല്ലേ, അവരുടെ ഐഡിയ അല്ലേ. അവരത് നിങ്ങളെപ്പോലെ തന്നെ എല്ലാ റിസ്ക്കും എടുത്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നത്. അവരാ ഒരു ലാഭത്തിൻ്റെ അവകാശികളാണ്. അതിൽ നിങ്ങൾ എന്തിനു അവകാശം പറയാൻ വേണ്ടി പോകുന്നു? നിങ്ങൾ ടെക്നീഷ്യൻസിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവർ താരങ്ങൾ ഇറക്കുന്ന സിനിമകളിലും ടെക്നീഷ്യൻസ് വേണം, അവരിവരെ ഹയർ ചെയ്തോളും. ഇതിനകത്ത് പണി പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ഒരു സിനിമയിൽ എന്താണ് ഇൻപുട്ട്, ഫണ്ട് ചെയ്യാം എന്നുള്ള ഒരു സാധ്യത മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതൊരു ക്രിയേറ്റീവ് വർക്കിൽ ആ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നീഡില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഇടിച്ചു കയറി ലാഭം ഉണ്ടാക്കണം എന്നൊക്കെ പറയണത് ഇത്തിരി ഓവറല്ലേ? അവരുടെ കാര്യങ്ങൾ പറഞ്ഞില്ല. അവർ ഇതിന്റെ ഇടയിൽ ഇതൊന്നും ചെയ്തു തന്നില്ല, ഞങ്ങൾക്ക് ഊട്ടിയിടാതെ വേറെ നിവൃത്തിയില്ല. തിയേറ്ററുകാർ അത് പ്രദർശിപ്പിക്കില്ല, തീർന്നില്ലേ? മതിയോ? ഏതാ പ്രദർശിപ്പിക്കില്ല. അത് തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ ആവശ്യങ്ങളെ നിരാകരിച്ചു. താരങ്ങൾ ഇനിയും നിർമ്മാണ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോയാൽ അവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ കളിക്കേണ്ട എന്ന് തിയേറ്ററുകൾ തീരുമാനിക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു പോയി. ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കൂടി വരുമ്പോൾ ചെറിയൊരു പെർസെന്റേജ് കൂടിയ കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് റോക്കറ്റ് പോകുന്നതല്ലേ പ്രൊഡക്ഷൻ കോസ്റ്റ് പോകുന്നത്. നമുക്ക് എങ്ങനെ സഹിക്കാൻ നോക്കും? 140 ദിവസമാണ്, 150 ദിവസമൊക്കെയാണ് ഒരു പടം ഷൂട്ടിംഗ്. താരങ്ങൾ വാങ്ങുന്ന റെന്യൂമറേഷൻ ഒന്നും തുറന്നു പറയത്തില്ല, ഒരു കാര്യത്തിലും ഒരു സുതാര്യതയില്ല, ഒന്നും ആരോടും പറയത്തില്ല, കഥനം മാത്രം വന്ന് പറയും. ഇപ്പം തിയേറ്റർ ഉടമകൾ സിനിമകൾ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്ക് പോയി? താരങ്ങൾക്ക് പോയോ? ഇല്ല. അവരവർ സമ്പാദിച്ച പൈസയായിട്ട് കുറച്ച് നാൾ വീട്ടിൽ റെസ്റ്റ് എടുക്കും. അതേപോലെ തന്നെ അവർ നിർമ്മിച്ച സിനിമകൾ ചിലപ്പോൾ വലിയ തുകയ്ക്ക് OTTയുടെ സ്ക്രീനിങ് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ OTTക്കാരെടുക്കും. തിയേറ്ററിലില്ല എന്ന് പറഞ്ഞാൽ OTTക്കാരെടുക്കും. നമ്മൾ OTT സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. കോവിഡിനൊക്കെ കുറേയധികം സിനിമകൾ നമ്മൾ അങ്ങനെ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം വീണ്ടും ഒരു കൂട്ടം ആളുകളുടെ പണി ഇല്ലാതാവും. അതേപോലെ തന്നെ ഈ താരങ്ങൾക്കൊരു തിയേറ്റർ പണിയാനായിട്ടോ താരസംഘടനകൾക്ക് മൾട്ടിപ്പിൾ തിയേറ്റേഴ്സ് ഓൺ ചെയ്യാനായിട്ടോ ശേഷിയില്ലാത്ത സംവിധാനമൊന്നും അല്ലല്ലോ. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പെട്ടിയും മടക്കി വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റും. മോശം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പണം മുടക്കി അത് നഷ്ടപ്പെടുത്തി അതിൻ്റെ പരാതി വന്നിട്ട് നാട്ടുകാരോട് പറയുകയാണ്. വളരെ സൂക്ഷിച്ച് മാത്രം സിനിമകൾ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കൂ. ആളുകളുടെ വാക്കുകൾ, മോഹന വാഗ്ദാനങ്ങൾ കേട്ട് സിനിമകൾ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കാതെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കുറേയധികം ആളുകളെ അറ്റ്ലീസ്റ്റ് ഹയർ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പെങ്കിലും ഉണ്ടാക്കി അവരെ കൊണ്ട് കഥയൊക്കെ ഇരുത്തി വായിപ്പിച്ച് സ്ക്രിപ്റ്റൊക്കെ പരിശോധിപ്പിക്കുക. കുറേ റിവ്യൂവേഴ്സൊക്കെ ഇല്ലേ, മെയിൻ സ്ട്രീം റിവ്യൂവേഴ്സൊക്കെ ഇല്ലേ, അവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അവരെയൊക്കെ അങ്ങോട്ട് ഹയർ ചെയ്യുക, എന്നിട്ട് നല്ല ശമ്പളം കൊടുക്കുക. എന്നാണെങ്കിലും ഇത്ര നഷ്ടം വരത്തില്ലോ. ഇരുന്നങ്ങ് ആലോചിക്കട്ടെ. എത്രയോ റിവ്യൂവേഴ്സിന് സിനിമയുടെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നോക്കട്ടെ, ഒരു സ്ക്രിപ്റ്റും പഠിച്ച് വിജയ പരാജയ സാധ്യതകളെ അനലൈസ് ചെയ്ത് അവരുടെ ഇൻപുട്ടും കൂടെ ഇട്ടിട്ട് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊണ്ടുപോകുക. മോശം പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് നാട്ടുകാരും കണ്ടില്ല എന്നും പറഞ്ഞ് നഷ്ടം വന്നെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. എത്രയോ ആളുകളുടെ പണം നഷ്ടപ്പെടുന്നു, എത്രയോ ബിസിനസ്സുകൾ പരാജയപ്പെടുന്നു. അവർക്ക് ആർക്കും ഇല്ലാത്ത പരാതികളാണ് ഇതൊക്കെ. അതും അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ളതാണ്. വേദനിക്കുന്ന കോടീശ്വരന്മാരെ കുറിച്ചിട്ട് എന്ത് പറയാനാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.